ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ ഈരാറ്റുപേട്ട നഗരസഭ സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. നടക്കൽ ബറക്കാത്ത് സ്ക്വയറിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ടി.പി. ശ്രീശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സി.പി. ബാസിദ് സ്വാഗതമാശംസിച്ചു. ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു വർഗീസ്, നൈനാർ ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് കൗസരി, അരുവിത്തുറ ചർച്ച് പ്രതിനിധി കെ.ജെ. കുര്യൻ, അങ്കാളമ്മൻ കോവിൽ പ്രതിനിധി ശശികുമാർ, മുഹിയുദ്ദീൻ പള്ളി ഇമാം വി.പി. സുബൈർ മൗലവി, കടുവാമുഴി മസ്ജിദുന്നൂർ ഇമാം ഇബ്രാഹിംകുട്ടി മൗലവി, പുത്തൻപള്ളി മഹല്ല് പ്രസിഡന്റ് സാലിഹ് നടുവിലേടത്ത്, മുല്ലൂപ്പാറ ജലാലിയ മസ്ജിദ് ഇമാം റിയാസ് ഫലാഹി തലനാട്, മസ്ജിദുൽ ഇസ്ലാം സെക്രട്ടറി യൂസഫ്, സാമൂഹ്യപ്രവർത്തകരായ എം.എഫ്. അബ്ദുൽ ഖാദർ, സുലൈമാൻ, റഷീദ് വടയാർ, നഗരസഭാ സെക്രട്ടറി കെ.വി. വിപിൻകുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, വിവിധ മസ്ജിദ് ഇമാമുകാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ടി. രാജൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ടൗണിന് നടുവിലൂടെ ഉറങ്ങുന്ന ചാലിയാർ പുഴ ഒന്ന് പോയി കാണണം. കല്ലായി പാലത്ത് നിന്ന് താഴത്തേക്ക് നോക്കിയാൽ മനോഹരമായ ഒരു നദി കാണാം. ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂടിൻ്റെ ഒരു അംശം പോലും അത് കാണാൻ സാധിക്കുകയില്ല. ആ നാടിൻ്റെ സംസ്കാരമാണ് അവിടെ കാണിക്കുന്നത്. ഈരാറ്റുപേട്ട എന്ന ഈ മഹത്തായ ഒരു നാട്, ബഹുഭൂരിപക്ഷവും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം. പഴയ കാലം മുതൽ നമുക്കറിയാം, തെക്കൻ കേരളത്തിൻ്റെ പൊന്നാനി എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഇത് ഓരോ ദിവസവും കടന്നു വരുന്ന മാലിന്യത്തിൻ്റെ ആ ഒരു അളവ് അത് വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ മീനച്ചിലാറിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ ഇതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നമ്മളെല്ലാം ലജ്ജിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ആയതിനാൽ നമ്മളുടെ എല്ലാം പരിശ്രമത്തോടു കൂടി തന്നെ ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന്. കുറച്ച് ദിവസമായി മീനച്ചിലാറ്റിൽ നമ്മൾ ക്ലീനിങ് നടത്തി വരികയാണ്. മീനച്ചിലാറ്റിൽ എന്ന് പറയുന്നത്, മീനച്ചിലാർ ഇപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തടവനാൽ പാലം മുതൽ അങ്കാളമ്മൻ കോവിൽ വരെയുള്ള ഭാഗമാണ്. അവിടെയാണ് അവിടുത്തെ കെട്ടിടങ്ങളിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ ചിറപ്പാറ തോട്ടിൽ നിന്നും ഇരപ്പാങ്കുഴി തോട്ടിൽ നിന്നും വരുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന വേസ്റ്റുകളാണ്. നമ്മൾ 3 ദിവസം മുമ്പ് മീനച്ചിലാർ നല്ല ക്ലീനാണ്. പക്ഷെ മിനിഞ്ഞാന്നത്തെയും ഇന്നലത്തെയും മഴ കൊണ്ട് നിങ്ങൾക്കറിയാം, വൈദ്യമ്പള്ളിൽ ചേർന്നുള്ള ആ തോട്ടിൽ കൂടെ ഇങ്ങനെ മാലിന്യം ഒഴുകി വരുന്ന വീഡിയോ നമ്മുടെ ഫോണിലോട്ടൊക്കെ വരികയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആ നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പം ഈ വിഷയത്തിൽ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്ന പ്രസംഗത്തിൽ വളരെ ഗൗരവത്തോടെ ഈ വിഷയം നമുക്ക് പറയാം. കാരണം കേരളത്തിൽ എന്നല്ല, എവിടെ പോയാലും ഇതുപോലൊരു സാഹചര്യവും കാഴ്ചയും ഒരു നാട്ടിലും കാണത്തില്ല. കാരണം നമ്മൾ കണ്ട ഒരു ദയനീയമായ കാഴ്ച കഴിഞ്ഞ നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ മലവും മൂത്രവും ഡയറക്റ്റ് ആറ്റിലോട്ട് ജലാശയത്തിലേക്ക് വിട്ടിരിക്കുന്ന കെട്ടിടം വരെ ഈരാറ്റുപേട്ട നഗരസഭയിലുണ്ടെന്നുള്ളതാണ്. അത് വളരെ അടിയന്തരമായി ഇടപെട്ടു. അത് ബ്ലോക്ക് ചെയ്തു. അവിടെ സെപ്റ്റിക് ടാങ്ക് പണിയാനുള്ള സംഗതികളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ. അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ഭായിമാര്, ഈ പറയുന്ന നമ്മുടെ വീട്ടിലെ സഹോദരിമാരൊക്കെ പാമ്പേഴ്സും പാടും സ്നഗിയും അടങ്ങുന്ന മുഴുവൻ വേസ്റ്റുകളും ആറ്റിലേക്ക് തോട്ടിലേക്ക് ഇടുക. അപ്പൊ ആ വെള്ളം എന്ന് പറയുന്നത്, നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാം, പള്ളികളിൽ ഉപയോഗിക്കുന്നത് ആ വെള്ളമല്ല എന്ന് പറയാം. കാരണം അതേ ജലാശയത്തിൽ നിന്നായിരിക്കണം, തൊട്ടപ്പുറത്തുനിന്ന് ആ മീനച്ചിലാറ്റിൽ തന്നെ കുത്തിയ കുഴിയിൽ നിന്നാണല്ലോ, ആറ്റിൽ നിന്നാണല്ലോ ഈ ജലസേന പദ്ധതികളിലേക്കും പല ആവശ്യം നമ്മൾ എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് രോഗാണുക്കൾ അതിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൂചിപ്പിച്ചതുപോലെ പിന്നെ എവിടെ ഞങ്ങൾ വേസ്റ്റ് വലിച്ചെറിയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ നിന്നല്ല ഒരു തദ്ദേശ സ്ഥാപനത്തിലും വീടുകളിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു നാടില്ല. സർക്കാരിൻ്റെ മാലിന്യ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് തന്നെ
ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത്. എവിടെയാണോ മാലിന്യം ഉണ്ടാകുന്നത് അവിടെ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം അതാത് വീട്ടുകാർ ആളുകൾ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം നഗരസഭയെ സംബന്ധിച്ച് ഈരാറ്റുപേട്ട ടൗണിൽ നമുക്കറിയാം, ഒരു 2-3 വർഷം മുമ്പൊക്കെ വരെ ഈരാറ്റുപേട്ട ടൗണിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് വേസ്റ്റുകൾ കുന്നുകൂടി കിടന്നിട്ട് പത്രങ്ങളിലും ചാനലൊക്കെ വാർത്ത വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈരാറ്റുപേട്ട ടൗൺ മൊത്തം ക്ലീനാണ്. നമുക്കറിയാം, എല്ലാ പ്രദേശവും നടക്കല്, തെക്കേക്കര, വടക്കേക്കര നഗരസഭയുടെ ബൗണ്ടറിക്കുള്ളിൽ പൊതുപാതയോരങ്ങളെല്ലാം നല്ല ക്ലീൻ സിറ്റി ആയി മാറി. പക്ഷെ ആറും തോടും മലിനമായി. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, പിന്നെ ഫ്രൂട്ട്സ് കടകൾ, അങ്ങനെയുള്ള കടകളിൽ നിന്നെല്ലാം കൊണ്ടുപോകുന്ന ഭക്ഷണ മാലിന്യം നമ്മൾ തേവരുപാറയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അവിടെ പ്രവർത്തിപ്പിച്ച് തുമ്പൂർമുഴി യൂണിറ്റ് വഴി നിങ്ങൾ പോയാൽ കാണാൻ കഴിയും. 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ നമ്മൾ വളമാക്കി മാറ്റണം. ഒരു 5-8 വർഷം മുമ്പ് 2-3 കൊല്ലം ഈ കടകളിൽ നിന്നും കുറച്ച് വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത വേസ്റ്റുകൾ തേവരുപാറയെ കൊണ്ട് ഡംപ് ചെയ്തിരുന്നു. കൊണ്ട് അവിടെ മാലിന്യ കൂമ്പാരം വരെ കൂട്ടിയിരുന്നു. അത് ആ പ്രദേശത്തുള്ളവർക്കറിയാം. ആ കാലഘട്ടത്തിൽ അന്ന് അവിടെ എല്ലാം ഈച്ചയും കൊതുകും വണ്ടും എല്ലാം ഇല്ലാത്ത എന്തോ പ്രാണികളെല്ലാം വന്നുകൂടി വലിയ പ്രശ്നമായി. നാട്ടുകാർ അവിടെ വണ്ടി തടഞ്ഞു, പാർട്ടിക്കാർ ഇടപെട്ടു, പള്ളിക്കമ്മിറ്റി, കാരക്കാട് പള്ളിക്കമ്മിറ്റി ഇടപെട്ടു. അന്ന് ഞാൻ മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടായിരുന്നത്. അപ്പൊ ആ 2 വർഷം കൊണ്ട് ആ പരിപാടി അവസാനിപ്പിച്ചു. അത് നമുക്ക് എളപ്പുങ്കൽ നോക്കിയാൽ, വട്ടിവട്ട മലയിലോട്ട് നോക്കിയാൽ അവിടെ ഇങ്ങനെ വേസ്റ്റ് കൂമ്പാരം കാണാമായിരുന്നു. പക്ഷെ ഇന്ന് അത് കാണുന്നില്ല. ഇന്ന് അവിടെ വേസ്റ്റ് കൂമ്പാരത്തിന് വരെ നല്ല പച്ചപ്പുള്ള പ്രകൃതിയാണ് കാണുന്നത്. അവിടെ കൃത്യമായി വളം സംസ്കരിക്കുന്നുണ്ട്. പിന്നെ പുതുതായി നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വീടുകളിലെ മാലിന്യം. അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ വീടുകളിലും ഈ ഭക്ഷണ വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള ബിന്നുകളുണ്ട്. ആ ബിന്നുകൾ നമുക്ക് കൊടുത്ത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഹരിതകർമ്മസേന വഴി നമ്മൾ ഇനോക്കുലം വിതരണം ചെയ്യാനും എല്ലാ വീടുകളിലും ഈ വേസ്റ്റ് ബിന്നുകൾ എത്തിക്കാനുമുള്ള നീക്കം നടത്തി വരികയാണ്. കസേരയ്ക്ക് നല്ല ബലമുണ്ട്, കവറിന് ബലം കുറവാണ്, രണ്ടും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന വസ്തുക്കൾക്കനുസരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവത്തിന് മാറും. അത് പലതും വിഷപദാർത്ഥങ്ങളുമാണ്. ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, അത് ഊറി വിഷാംശം അതിൽ നിന്ന് വരും. അപ്പം അതുകൊണ്ട് അത്തരം വിഷാംശങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കലർന്നാൽ വളരെ ചെറിയ അംശം മതി. നമുക്ക് ഊറി വരുന്നു എന്ന് പറയുമ്പോൾ കാണാനൊന്നും പറ്റില്ല. വളരെ ചെറിയ അംശം നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ ചെന്നതിന് നമ്മുടെ ഹോർമോണിൻ്റെയൊക്കെ പല മാറ്റങ്ങളുണ്ട്. നമ്മുടെ പല വ്യവസ്ഥകളെയും തകരാറിലാകും. നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം, പാൻക്രിയാസിൻ്റെ പ്രവർത്തനം, മറ്റ് പലതും തകരാറിലാക്കും. അപ്പം ഇതൊക്കെ തകരാറിലാക്കുന്നതിലൂടെ നമുക്ക് പലപ്പോഴും പല രോഗങ്ങളുണ്ട്. അപ്പം ഇത്തരം രോഗങ്ങളെയൊക്കെ തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ കാണണം. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നുണ്ടാകുന്ന വിഷപദാർത്ഥങ്ങൾ നമ്മൾ ഈ ഫുഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിനകത്ത് മാത്രമേ ഭക്ഷണ പദാർത്ഥം എടുക്കാവൂ. അപ്പോൾ നമുക്ക് പലർക്കും അറിയില്ലാതെ, ഇവിടെ ഇരിക്കണവരെ ഉദ്ദേശിച്ചില്ല ഞാൻ പറയുന്നത്, പൊതുജനങ്ങളിൽ പലർക്കും ഈ ഫുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്നൊന്നും പറഞ്ഞാൽ എന്താണെന്നറിയില്ല. അവരെല്ലാ പ്ലാസ്റ്റിക്കിനകത്തും ഭക്ഷണ പദാർത്ഥം എല്ലാം പൊതിഞ്ഞ് അതെടുക്കും. അത് പലതരത്തിലും രോഗം വർദ്ധിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ ഉണ്ട്. നമുക്കതിനെപ്പറ്റി കൂടുതൽ ഇവിടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തേണ്ടതാണ്. ഈ വേസ്റ്റിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാവുന്ന കുപ്പിയൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന കുപ്പി നമ്മൾ മേടിക്കും, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അത് ഉപയോഗിക്കരുതെന്നാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് പൊടിച്ച് എവിടെയെങ്കിലും ഇട്ടാൽ മതി, അത് പിന്നെ വേസ്റ്റിൻ്റെ കൂടെ. പക്ഷെ നമ്മളത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി കളയില്ല. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നാരങ്ങാവെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കും, തണുപ്പിച്ച് പിള്ളേർക്ക് കൊടുക്കും. അത് കഴിഞ്ഞാൽ എന്നാലും കളയില്ല. കുറേ ആൾ കഴിയുമ്പോൾ അത് വീണ്ടും കഴുകിയെടുത്തിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കും. അപ്പം ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള വിഷാംശം ചെറിയ തോതിൽ ചെല്ലുകയും അത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ കൊടുക്കണം. അത് നമ്മളുണ്ടാക്കുന്ന ജൈവമാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മാണുക്കൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇത് വിഘടിച്ച് കമ്പോസ്റ്റായിട്ട് മാറുന്നത്. ഈ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ അന്തരീക്ഷത്തിലുണ്ട്. അത് പെട്ടെന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സൂക്ഷ്മാണുക്കളെ കൃത്രിമമായിട്ട് ലാബോറട്ടറിയിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ച ഇനോക്കുലം എന്ന് പറയുന്ന സാധനം.
അത് നമ്മൾ ഈ സൂക്ഷ്മാണുക്കളെ കൃത്രിമമായി വളർത്തിയെടുത്തിരിക്കുകയാണ്. ഇപ്പം അത് ചകിരിച്ചോറിൽ മിക്സ് ചെയ്താണ് ഇവിടെയൊക്കെ ധാരാളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് സൂക്ഷ്മാണുക്കൾ ധാരാളം ഉണ്ട്. അത് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ജൈവമാലിന്യത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കമ്പോസ്റ്റായിട്ട് മാറും. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. മാലിന്യമുക്ത നവീകരണത്തിനായി നാടിനൊപ്പം ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.